PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് വളരെ വലിയൊരു സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 25 മുതൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് വിവിധ പദ്ധതികളിലൂടെ ധനസഹായങ്ങൾ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ചിലർക്ക് നേരിട്ട് കൈകളിലേക്കും എത്താനായിട്ട് പോവുകയാണ്. ചിലർക്ക് 2000 രൂപയും 2 പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് 4000 രൂപ വരെ ലഭിക്കാം. ഏകദേശം 1 കോടിയോളം ഗുണഭോക്താക്കൾക്കാണ് ഈ വിതരണം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പ്രകാരം ഏകദേശം 25 ലക്ഷം ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വഴി ഏകദേശം 63 ലക്ഷം ആളുകൾക്കും ധനസഹായം ലഭ്യമാകുന്നു. ചിലർക്കൊക്കെ ഇരു പദ്ധതികളുടെയും ആനുകൂല്യം ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ ആകെ തുക 4000 രൂപ വരെ ലഭ്യമാകുന്നതാണ്. PM കിസാൻ പദ്ധതിയിലെ വാർഷിക തുകയായ 6000 രൂപ അടുത്തു വരാനായിട്ട് പോകുന്ന 2000 രൂപ ഗഡു 22ാം ഗഡു ഉടൻ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ പരിപാടിയിലൂടെ വിതരണ ഉദ്ഘാടനം നടത്തുമെന്നാണ് പ്രതീക്ഷ. വിതരണ തീയതി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുണ്ട്. PM കിസാൻ ഗഡു ലഭിക്കാൻ EKYC പൂർത്തീകരിച്ചിരിക്കണം. കൂടാതെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡും ചെയ്തിരിക്കണം. അത് ആക്റ്റീവ് ആയിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചിലരുടെയെങ്കിലും ആനുകൂല്യം തടസ്സപ്പെട്ടതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 68,000 പേർക്ക് ഗഡു മുടങ്ങിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കുക. PM കിസാൻ നിധിയുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കേണ്ടതാണ്. EKYC പൂർത്തിയാക്കുക. EKYC പൂർത്തീകരിക്കേണ്ടവർ എത്രയും വേഗം EKYC പൂർത്തീകരിക്കുക. ഇതുകൂടാതെ ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് ഉറപ്പാക്കുക. അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് പരിശോധിക്കുക കൂടി ചെയ്യുക. ഇവ ശരിയായാൽ മുടങ്ങിയ ഗഡുക്കൾ ഉൾപ്പെടെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തും. വൈകിയ ശേഷം വിഷമിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി പരിശോധിക്കുന്നതാണ് ഏറ്റവും ഉചിതം. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളും ഫെബ്രുവരി 25 മുതൽ വിതരണം ആരംഭിക്കും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കാർഷിക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ, മറ്റ് ക്ഷേമനിധി ബോർഡുകളുടെ ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയിൽ പലർക്കും 2000 രൂപ വീതം ലഭിക്കും. ചില ബോർഡുകൾ വഴി നൽകേണ്ട തുകകൾ സംബന്ധിച്ച് അന്തിമ അറിയിപ്പ് ലഭിക്കാനുണ്ട്. അതിനാൽ ചിലർക്കൊക്കെ തുക ലഭിക്കാനുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഏകദേശം 1500 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ കേന്ദ്ര പദ്ധതിയിൽ നിന്ന് 2000 രൂപയും സംസ്ഥാന പദ്ധതിയിൽ നിന്ന് 2000 രൂപയും ഇങ്ങനെ ചിലർക്ക് ആകെ 4000 രൂപ വരെ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ രേഖകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ തുക മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.